വാട്ടർ ക്വാളിറ്റി ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വെള്ളത്തിൻ്റെ ഗുണനിലവാരം, എന്ത് തരത്തിലാണ് അതിൻ്റെ ഗുണനിലവാരങ്ങളുടെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത്, നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളം എത്തരത്തിലുള്ളതായിരിക്കണം എന്നതിനെക്കുറിച്ചിട്ടാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അതിൻ്റെ ക്വാളിറ്റി ക്രൈറ്റീരിയസ് ആൻഡ് സ്റ്റാൻഡേർഡ് 4 ഗൈഡ് ലൈൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ടു പ്രൊട്ടക്ട് ദി ഹെൽത്ത് ഓഫ് ദി പീപ്പിൾ ബൈ അഷ്വറിങ് സേഫ് ആൻഡ് റിലയബിൾ വാട്ടർ ഫോർ ആൾ കണ്ടാമിനൻസ്. നമുക്ക് സേഫായിട്ടുള്ള വെള്ളം ലഭ്യമാക്കുന്നതിനും നമുക്ക് കണ്ടാമിനേഷൻ ഇല്ലാതെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വെള്ളമായിരിക്കണം. അതിൻ്റെ ആ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഗൈഡ് ലൈൻസ് 4 പോയിന്റുകളാണ് പറയുന്നത്. ഒന്ന് അസബിലിറ്റി ആസ്പെക്ട്സ് ഉണ്ട്, മൈക്രോ ബയോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്, കെമിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ റേഡിയോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. ഈ ക്രൈറ്റീരിയകളെല്ലാം ബാധകമാക്കുന്ന നല്ല രീതിയിൽ ബാധകമാക്കുന്ന വെള്ളമാണ് നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഈ ആസ്പെക്ട്സുകളിൽ നിന്ന് വ്യതിചലിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം അതിൻ്റെ ആ ക്രൈറ്റീരിയ ബാധകമാക്കാത്ത വെള്ളം തീർച്ചയായിട്ടും കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ പൊല്യൂട്ടഡ് വാട്ടർ, നമുക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള വെള്ളമായിട്ടാണ് നമ്മൾ കരുതുന്നത്. പത്തോജനിക് ആയിട്ടുള്ള ഏജൻസികളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ആസ്പെക്ട്സുകളിൽ ഈ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ തരത്തിലാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് സേഫായിട്ടിരിക്കേണ്ടത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള അസബിലിറ്റി ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, അസബിലിറ്റി ആസ്പെക്ട്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റിൽ വരുന്നത് ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആണ് നോക്കേണ്ടത്. ഫിസിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആ വെള്ളത്തിൻ്റെ നമ്മൾ കാണുമ്പോൾ ആ വെള്ളം എങ്ങനെ ഇരിക്കണം, അതിൻ്റെ ടർബിഡിറ്റി. ഫസ്റ്റ് പോയിന്റ് വരുന്നത് ടർബിഡിറ്റി. നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന വെള്ളത്തിന് ടർബിഡിറ്റി ഉണ്ടായിരിക്കാൻ പാടില്ല. ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് ബി ഫ്രീ ഫ്രം ടർബിഡിറ്റി എന്നാണ് പറയുന്നത്. ടർബിഡിറ്റിയിൽ നിന്ന് ഫ്രീ ആയിരിക്കണം, ടർബിഡിറ്റി ഉണ്ടാവാൻ പാടില്ല. ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് ബി ഫ്രീ ഫ്രം ടർബിഡിറ്റി. ഇനി എന്താ പറയുന്നത്, ഇറ്റ് മേ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഇൻഓർഗാനിക് പർട്ടിക്കുലേറ്റ് മാറ്റർ ഇൻ സം ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിലാണല്ലേ നമുക്ക് ഈ ടർബിഡിറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം പെട്ടെന്ന് കലങ്ങുന്ന വെള്ളമാണ്. ഇപ്പോൾ മഴ പെയ്യുന്ന സീസൺ ആകുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ജലാശയങ്ങളെല്ലാം ഈ മഴവെള്ളം വരുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്നെല്ലാം വെള്ളം വന്ന് ചേർന്നിട്ട് അത് ഭയങ്കരമായിട്ട് ടർബിഡായി പോകും. അപ്പോൾ ഇത്തരം വെള്ളം ഈ നമുക്ക് സേഫായിട്ട് നമ്മൾ ഡ്രിങ്കിങ് വാട്ടറായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ടർബിഡിറ്റി ഉണ്ടാവാൻ പാടില്ല. ഇനി അതിൻ്റെ വാട്ടർ ടർബിഡിറ്റി മോർ ദാൻ 4 NTU. ഈ മെഷർമെൻറ്റുകൾ അതിൻ്റെ യൂണിറ്റുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഞാനതോടെ ഷെയ്ഡ് ചെയ്തിട്ട് നോട്ടിൽ അയച്ചിട്ടുണ്ട്. 4 NTU ആണ് നമുക്ക് എന്ത് ഉള്ളത്. വാട്ടർ ടർബിഡിറ്റി മോർ ദാൻ 4 NTU ഈസ് യൂഷ്വലി നോട്ടീസബിൾ ടു ദി നേക്കഡ് ഐസ്. നമുക്ക് കാണാൻ പറ്റും 4 NTU അല്ലേ. നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ് ആണ് NTU എന്ന് പറഞ്ഞാൽ. അത് 4ൻ്റെ മുകളിൽ, ആ യൂണിറ്റ് 4ന് മുകളിലാവുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ആ വെള്ളം ടർബിഡിറ്റി കലങ്ങിയ വെള്ളമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൻ്റെ വാട്ടർ ടർബിഡിറ്റി മെഷർമെൻറ്റ് ചെയ്യുന്നതിൻ്റെ യൂണിറ്റാണ് NTU, നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ്. അത് 4ൽ മുകളിലാവുമ്പോൾ നമുക്ക് ആ വെള്ളം നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ആ വാട്ടർ ടർബിഡിറ്റി ഉള്ള വാട്ടറാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ടർബിഡിറ്റി കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് കളറാണ്. എന്താണ് കളറിൽ എന്തൊക്കെയാണ് വരുന്നത്? ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് കളേർഡ് ഓർഗാനിക് മാറ്റർ അല്ലേ. കളേർഡ് ഓർഗാനിക് മാറ്റേഴ്സ് തന്നെയാണ് വെള്ളത്തിന് കളർ വ്യത്യാസം ഉണ്ടാക്കുന്നത്. അതിനകത്ത് വരുന്നുണ്ട് മെറ്റൽസ് വരുന്നുണ്ട്. മെറ്റൽസിൽ അയൺ, മാംഗനീസ്, ഹൈലി കളേർഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇതെല്ലാം വെള്ളത്തിൻ്റെ നിറം വ്യത്യാസപ്പെടുത്തിയിരിക്കും. അതിൻ്റെ നമുക്ക് അതിൻ്റെ ഗൈഡ് ലൈൻ വാല്യൂ യൂണിറ്റ് ഏതാണ്? ദി ഗൈഡ് ലൈൻ വാല്യൂ അപ് ടു 15 TCU എന്ന് പറയും. ട്രൂ കളർ യൂണിറ്റ്സ് ആണ്. കളർ മെഷർ ചെയ്യുന്നത് ട്രൂ കളർ യൂണിറ്റ്സിലാണ്. അപ്പോൾ അത് 15 TCUലും മുകളിലായിട്ടുണ്ടെങ്കിൽ ഇത് ഗൈഡ് ലൈൻസ് വാല്യൂ ഈസ് അപ് ടു 15 TCU ട്രൂ കളർ യൂണിറ്റ്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാക്കും, നമുക്ക് അത് കൃത്യമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് കളർ കൂടിയ വെള്ളമാണ്. അത് അതിനകത്തേക്ക് എന്തുണ്ടാവും, ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ കലങ്ങിയിരിക്കാം. ഇൻഡസ്ട്രിയൽ വേസ്റ്റോ അത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റൽസിൻ്റെ കളറുകൾ അതിൽ കലർന്നിരിക്കാം. അത് നമുക്ക് സേഫായിട്ട് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ കളറിൻ്റെ ഗൈഡ് ലൈൻസ് അപ് ടു 15 TCU ഈസ് നോട്ട് ഫോർ സേഫ് ഡ്രിങ്കിങ്. അത് നമുക്ക് സേഫായിട്ട് കുടിക്കാൻ കഴിയില്ല.
ഇനി അടുത്തത് വരുന്നത് ടർബിഡിറ്റി, കളർ കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ടേസ്റ്റ് ആൻഡ് ഓർഡറാണ്. ടേസ്റ്റ് ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേസ്റ്റ് രുചിയും അതുപോലെ തന്നെ മണവും. ടേസ്റ്റ് ആൻഡ് ഓർഡർ ഒറിജിനേറ്റ് ഫ്രം ദി നാച്ചുറൽ ആൻഡ് ബയോളജിക്കൽ സോഴ്സ് ഓർ പ്രോസസ് ഫ്രം കണ്ടാമിനേഷൻ ബൈ കെമിക്കൽസ് ഓർ ആസ് ബൈ പ്രോഡക്റ്റ് ഓഫ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ഈ ടേസ്റ്റും മണവും എന്താണ്? ഇപ്പം നമ്മളതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പം ക്ലോറിനേഷൻ തന്നെ എടുക്കുക. നമ്മളെടുക്കുന്ന ക്ലോറിനേഷൻ്റെ നമ്മളെടുക്കുന്ന ബ്ലീച്ചിങ് പൗഡറിൻ്റെ അളവ് വ്യത്യാസപ്പെടുമ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ സ്മെല്ലൊക്കെ മാറി വരും ഇല്ലേ? ഇപ്പം മുന്നേയൊക്കെ വാട്ടർ സപ്ലൈ ഉണ്ടായിരുന്നു. ഇപ്പം പബ്ലിക്കായിട്ടുള്ള വാട്ടർ സപ്ലൈസ് ഉണ്ടായിരുന്നു. അതിലേക്ക് വെള്ളം വരുമ്പോൾ നമുക്കത് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ്. അതിൽ ക്ലോറിൻ മിക്സ് ചെയ്തിട്ടുള്ള ടേസ്റ്റ് അത് എക്സസ് ക്ലോറിൻ വരുമ്പോഴൊക്കെ ആ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ അതിനകത്ത് വരുന്ന മണമാണ്. ഇപ്പം ക്ലോറിനേഷനിൽ തന്നെ ക്ലോറിൻ്റെ സ്മെല്ലുണ്ടാവും. പിന്നെ എങ്ങനെ ഉണ്ടാവുക? നാച്ചുറൽ ആൻഡ് ബയോളജിക്കൽ സോഴ്സ് ഓഫ് ഓർ പ്രോസസ് ഫ്രം കണ്ടാമിനേഷൻ ബൈ കെമിക്കൽസ് വഴി കണ്ടാമിനേഷൻ ആകുമ്പോൾ ടേസ്റ്റും ഓർഡറും വ്യത്യാസപ്പെട്ടിരിക്കാം. അടുത്ത പോയിന്റ് പറയുന്നത് മേ ഡെവലപ്പ് ഡ്യൂറിങ് സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതെങ്ങനെ വരുന്നത്? സ്റ്റോറേജിൻ്റെ സമയത്തും ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്തും. അതും ഈ പ്രോസസ്സാണ്. നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും പഠിച്ചു അല്ലേ? അതിൽ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ. ഈ സ്റ്റോറേജിൻ്റെ സമയത്തും ഇതിൻ്റെ ടേസ്റ്റ്. ഇപ്പം സ്റ്റോറേജ് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു ഒപ്റ്റിമം പീരീഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ആ ഒപ്റ്റിമം പീരീഡിൻ്റെ മുകളിലെ ദിവസങ്ങളിൽ സ്റ്റോറേജ് ടാങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തേക്ക് ഒരു ബയോളജിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രോത്ത് വന്നിട്ട് അതിൻ്റെ ടേസ്റ്റും സ്മെല്ലും എല്ലാം മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ. ആൻ അൺയൂഷ്വൽ ടേസ്റ്റ് ആൻഡ് ഓർഡർ മൈറ്റ് ബി ആൻ ഇൻഡിക്കേഷൻ ഓഫ് പ്രസൻസ് ഓഫ് പൊട്ടൻഷ്യലി ഹാംഫുൾ സബ്സ്റ്റൻസ്. ആ രുചി വ്യത്യാസവും മണം വ്യത്യാസവും വരുന്ന ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അതിനകത്തേക്ക് ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ അതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ടേസ്റ്റും ഓർഡറും നമുക്ക് തിരിച്ചറിയാനും അതിൻ്റെ ഗുണനിലവാരങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ. ഇനി അടുത്ത് വരുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ എന്ത് തരത്തിലാണ് ബാധിക്കുന്നത്? കൂൾ വാട്ടർ ഈസ് ജനറലി മോർ പലാറ്റബിൾ അല്ലേ? നമുക്ക് കുടിക്കാൻ രുചികരമായിട്ട് കുടിക്കാൻ ഉപയോഗിക്കുന്നത് തണുത്ത വെള്ളമാണ്. തണുത്ത വെള്ളം കുടിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം ഈ വെയിലൊക്കെ കൊണ്ട് ചൂട് വന്ന് നമുക്ക് ഒരു ആശ്വാസം, ഒരു ഫിസിക്കലി ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തണുത്ത വെള്ളം എടുത്ത് കുടിക്കും. അത് കുറച്ച് രുചികരമായിട്ട് തോന്നും സാധാരണയായിട്ട്. ഇനി അടുത്തെന്താ പറയുന്നത്? ലോ വാട്ടർ ടെമ്പറേച്ചേഴ്സ് ടെൻസ് ടു ഡിക്രീസ് ദി എഫിഷ്യൻസി ഓഫ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്. ഡിസിൻഫെക്ഷന് സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുക ഈ ലോ ടെമ്പറേച്ചർ വരുമ്പോൾ. ടെമ്പറേച്ചർ താഴുമ്പോൾ ഡിസിൻഫെക്ഷന് സാധ്യത കുറയും. ഡിക്രീസ് ദി എഫിഷ്യൻസി ഓഫ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്. ആ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കും ടെമ്പറേച്ചർ താഴുമ്പോൾ. ഹൗ ഡെലിറ്റീരിയസ് എഫക്റ്റ് ഓൺ ഡ്രിങ്കിങ് വാട്ടർ ക്വാളിറ്റി. അത് നമ്മുടെ വെള്ളത്തിൻ്റെ ഡ്രിങ്കിങ് വാട്ടർ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കുറയുമ്പോൾ. ഓക്കെ. ഹൈ വാട്ടർ ടെമ്പറേച്ചർ എൻഹാൻസ് ദി ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം, ടേസ്റ്റ്, ഓർഡർ ആൻഡ് കൊറോഷൻ പ്രോബ്ലംസ് മേ ഇൻക്രീസ്. ഇനി ഹൈ ടെമ്പറേച്ചർ കൂടുമ്പോഴെന്താ ചെയ്യുന്നത്? ഹൈ വാട്ടർ ടെമ്പറേച്ചർ എൻഹാൻസ് ദി ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് ടേസ്റ്റ്, ഓർഡർ ആൻഡ് കൊറോഷൻ പ്രോബ്ലം മേ ഇൻക്രീസ് പറയുന്നുണ്ട്. അപ്പം അപ്പോൾ നമുക്കറിയാമല്ലേ, ഇപ്പോൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് എല്ലാം അവിടെ നശിപ്പിക്കപ്പെടും. അതേപോലെ തന്നെ ടേസ്റ്റ് വ്യത്യാസം അതെല്ലാം ക്ലിയർ ആവും, ഓർഡർ ക്ലിയർ ആവും. അതേപോലെ തന്നെ കൊറോഷൻ പ്രോബ്ലംസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഇതിൻ്റെ ഗ്രോത്തും ഇത്തരം കാര്യങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട് ടെമ്പറേച്ചർ കൂടുന്ന മുറയ്ക്ക്. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഹാംഫുള്ളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫിസിക്കൽ പാരാമീറ്റേഴ്സാണ് നോക്കിയത്. അസെപ്റ്റിബിലിറ്റി ആസ്പെക്ട്സിലെ ഫിസിക്കൽ പാരാമീറ്റേഴ്സാണ് നോക്കിയത്. ഇനി നമുക്ക് അടുത്ത് വരുന്നത് ഫിസിക്കൽ പാരാമീറ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ് നോക്കാം. ഓക്കെ. നമ്മൾ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഇൻഓർഗാനിക് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇതിനകത്ത് ഈ നോട്ടിനകത്ത് ഞാൻ ഈ യെല്ലോ ഷെയ്ഡിൽ തന്നിരിക്കുന്നതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു പോകണം. കാരണം ഈ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ക്ലോറൈഡ്സ് തന്നെ നോക്കാം. ഫസ്റ്റ് പോയിന്റിൽ ക്ലോറൈഡ്സ് നോക്കാം. സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ക്ലോറിൻ ഈസ് 200 mg/L. ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ക്ലോറൈഡ്സിൻ്റെ സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ്ഡ് ക്ലോറിൻ്റെ എത്രയാണ്?
200 മില്ലിഗ്രാം പെർ ലിറ്റർ. ഒരു ലിറ്ററിൽ 200 മില്ലിഗ്രാം വരെയാണ് സ്റ്റാൻഡേർഡ് പ്രിസ്ക്രിപ്ഷൻ പറയുന്നത്. അതേപോലെ തന്നെ മാക്സിമം പെർമിസിബിൾ ലെവൽ എന്ന് പറയുമ്പോൾ 600 മില്ലിഗ്രാം പെർ ലിറ്ററാണ് ക്ലോറൈഡ്സുകൾ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ആ യെല്ലോ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതെല്ലാം കൃത്യമായി പഠിച്ചു പോകണം. ക്ലോറൈഡ്സ് എത്രയാണുള്ളത്? സ്റ്റാൻഡേർഡ് ലെവൽ എന്ന് പറയുന്നത് 200 മില്ലിഗ്രാം പെർ ലിറ്ററും അതിന് മാക്സിമം പെർമിസിബിൾ പറയുന്നത് 600 മില്ലിഗ്രാം പെർ ലിറ്ററുമാണ്. ഇനി ഹാർഡ്നെസ് എങ്ങനെയാണ് വരേണ്ടത്? എത്രയാണ് വരുന്നത്? ഡിപ്പെൻഡിങ് ഓൺ ദി ലോക്കൽ കണ്ടീഷൻ ദി ടേസ്റ്റ് ത്രഷോൾഡ് ഫ്രം ദി കാൽസ്യം അയൺ ഈസ് ദി റേഞ്ച്. കാൽസ്യം അയൺ ആണ് ഹാർഡ്നെസ്സിന് വരുന്നത്. അപ്പോൾ അതിനകത്ത് കാൽസ്യം അയണിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 100 to 300 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. അപ്പോൾ കാൽസ്യം അയൺ എത്രയാണ് ഡ്രിങ്കിങ് വാട്ടറിൽ ഉണ്ടാവേണ്ടത്? അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 മുതൽ 300 മില്ലിഗ്രാം പെർ ലിറ്ററിലാണ് കാൽസ്യത്തിൻ്റെ അയൺ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. വാട്ടർ ഹാർഡ്നെസ് ഈസ് എക്സസ് 500 മില്ലിഗ്രാം പെർ ലിറ്റർ. അല്ലേ, നമ്മൾ പഠിച്ചല്ലേ വാട്ടറിൻ്റെ ഹാർഡ്നെസ്സും അതുപോലെ തന്നെ ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറൊക്കെ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്കിപ്പം ഈ ഹാർഡ്നെസ് 500 മില്ലിഗ്രാം പെർ ലിറ്റർ ആകുമ്പോൾ എന്താ, നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഹാർഡ് വാട്ടർ ആവും, ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റാത്ത അതാണ് ടോളറേറ്റഡ് ബൈ കൺസ്യൂമേഴ്സ്. അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് എന്താ പറയുന്നത്? സോഫ്റ്റ് വാട്ടർ. സോഫ്റ്റ് വാട്ടർ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹാർഡ്നെസ് ലെസ് ദാൻ 100 മില്ലിഗ്രാം പെർ ലിറ്റർ. 100 മില്ലിഗ്രാം പെർ ലിറ്ററാണ് ഹാർഡ്നെസ് ഉള്ളതെങ്കിൽ അത് സോഫ്റ്റ് വാട്ടറാണ്. ഓക്കെ, ഇനി ഹാർഡ്നെസ് ഓഫ് വാട്ടർ അപ്രോക്സിമേറ്റ്ലി 200 മില്ലിഗ്രാം പെർ ലിറ്റർ മേ കോസ് ദി സ്കെയിൽ ഓഫ് ഡെപ്പോസിഷൻ വിൽ റിസൾട്ട് ഇൻ ദി എക്സസ് സോപ്പ് കൺസപ്ഷൻ. 200 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് ഹാർഡ്നെസ് ആണെങ്കിൽ അത് സോപ്പ് കൺസപ്ഷൻ്റെ അളവ് കൂട്ടും. നമ്മൾ ഹാർഡ്നെസ് എന്താണെന്ന് പഠിച്ചാലേ, സോപ്പ് ഡിസ്ട്രോയിങ് പവർ ഓഫ് വാട്ടർ ആണ് ഹാർഡ്നെസ്. അത് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 200 മില്ലിഗ്രാം പെർ ലിറ്ററൊക്കെ ഹാർഡ്നെസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ആ സോപ്പ് എക്സസ് ആയിട്ടുള്ള സോപ്പ് കൺസപ്ഷൻ ഉണ്ടാവും. ആണ് ഹാർഡ്നെസ്സിന് ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പദാർത്ഥം വരുന്നത് അമോണിയയാണ്. അമോണിയ എത്ര ലെവലാണ്? നാച്ചുറൽ ലെവൽ ഇൻ ഗ്രൗണ്ട് ആൻഡ് സർഫസ് വാട്ടർ യൂഷ്വലി ബിലോ 0.2 മില്ലിഗ്രാം പെർ ലിറ്റർ. സാധാരണ നിലയിൽ കാണാനായത് ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടറിലാണെങ്കിലും സർഫസ് വാട്ടറിലാണെങ്കിലും സാധാരണ അമോണിയയുടെ അളവ് 0.2 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് വേണ്ടത്. നാച്ചുറൽ ലെവലിൽ യൂഷ്വലി 0.2 മില്ലിഗ്രാം പെർ ലിറ്റർ. അടുത്ത എന്താ പറയുന്നത്? അനോറോബിക് ഗ്രൗണ്ട് വാട്ടർ മേ കണ്ടെയ്ൻ അപ് ടു 3 മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് പറയുന്നുണ്ട്. ഗ്രൗണ്ട് വാട്ടറിൽ 3 മില്ലിഗ്രാം പെർ ലിറ്റർ ആയിട്ടും അമോണിയയുടെ അളവ് കാണുന്നുണ്ട് ഗ്രൗണ്ട് വാട്ടറിൽ. ഓക്കെ, അപ്പോൾ അമോണിയ എന്താണെന്ന് പഠിച്ചു. ഇനി പി എച്ച് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചു പോകണം. ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടാവും, പല പരീക്ഷകളിലും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണത്. ആൻ ആക്സെപ്റ്റബിൾ പി എച്ച് ഡ്രിങ്കിങ് വാട്ടർ ബിറ്റ്വീൻ 6.5 ആൻഡ് 8.5 പി എച്ച് ആണ് പറയുന്നത്. അക്സെപ്റ്റബിൾ പി എച്ച് ഓഫ് ഡ്രിങ്കിങ് വാട്ടറിൽ ബിറ്റ്വീൻ 6.5 ആൻഡ് 8.5 6.5നും 8.5നും ഇടയിൽ പി എച്ച് ആയിരിക്കണം നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന സേഫായിട്ട് ഉപയോഗിക്കാവുന്ന വെള്ളത്തിൻ്റെ പി എച്ച് ലെവൽ. ഓക്കെ, ഞാനത് റെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ്, അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇനി എന്താ പറയുന്നത്? പി എച്ച് ലെവൽ ലെസ് ദാൻ 7 മേ കോസസ് സെവർ കൊറോഷൻ ഓഫ് മെറ്റൽസ്. എന്താ പറയുന്നത്? പി എച്ച് കുറയുമ്പോൾ അത് മെറ്റൽസിൻ്റെ ധ്രുവീകരണം, മെറ്റൽസിനൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് പി എച്ച് ലെവൽ 7 താഴുമ്പോൾ. ഇനി 8 മുകളിലാകുമ്പോഴോ, പി എച്ച് ലെവൽ 8 മുകളിലാകുമ്പോഴോ ദർ ഇസ് എ പ്രോഗ്രസീവ് ഡിക്രീസ് ഇൻ ദി എഫിഷ്യൻസി ഓഫ് ക്ലോറിൻ ഡിസിൻഫെക്ഷൻ പ്രോസസ്സ്. നമുക്ക് പി എച്ച് കൂടുമ്പോൾ 8 മുകളിലാകുമ്പോൾ നമുക്ക് ക്ലോറിനേഷൻ കൃത്യമായിട്ട് വർക്കിംഗ് ആവില്ല. 8 പി എച്ച് ലെവൽ 8 കൂടുതലാകുമ്പോൾ. അപ്പം നമ്മൾ പി എച്ച് ലെവൽ എന്താണെന്ന് പഠിച്ചു. ഇനി ഹൈഡ്രജൻ സൾഫേറ്റ് ആണ് വരുന്നത്. ഹൈഡ്രജൻ സൾഫേറ്റിനകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ റേഞ്ച് എത്രയാണെന്ന് നോക്കാം. ടേസ്റ്റ് ആൻഡ് ഓർഡർ ത്രഷോൾഡ്. ഓർഡറിനകത്ത് സ്പെല്ലിങ് ചെറിയൊരു മിസ്റ്റേക്കുകളുണ്ട്, ക്ഷമിക്കണം. ഓക്കെ, ദി ടേസ്റ്റ് ആൻഡ് ഓർഡർ ത്രഷോൾഡ് ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ് ഇൻ വാട്ടർ ആർ എസ്റ്റിമേറ്റഡ് ബിറ്റ്വീൻ. ഹൈഡ്രജൻ സൾഫേറ്റിൻ്റെ റേഞ്ച് എത്രയാണ് വേണ്ടത്? 0.05 ആൻഡ് 0.1 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. 0.05 to 0.1 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് ഹൈഡ്രജൻ സൾഫേറ്റിൻ്റെ അളവ് വേണ്ടത്.
ഇനി അടുത്തത് അയൺ ആണ്. അയൺ എത്ര വരുന്നത്? ലെവൽ എബോ 3.3 മില്ലിഗ്രാം പെർ ലിറ്റർ അയൺ സ്ട്രെയിൻസ് ലോണ്ടറി ആൻഡ് പ്ലംബിംഗ് ഫിക്ചേഴ്സ്. അയണിൻ്റെ അളവ് 0.3 മില്ലിഗ്രാം പെർ ലിറ്റർ ആകുമ്പോൾ അയൺ സ്ട്രെയിൻ ലോണ്ടറി ആൻഡ് പ്ലംബിംഗ് വർക്ക് അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഈ വെള്ളത്തിൽ അയണിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ വസ്ത്രങ്ങളിലോ അതേപോലെ തന്നെ ഇതിനൊക്കെ അത് കറ പിടിക്കാൻ നമ്മൾ സാധാരണ കണ്ടുവരാറുണ്ട്, പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. അയണിൻ്റെ അളവ് കൂടുമ്പോൾ ഇത്തരം പ്രോബ്ലംസ് വരുന്നത്. അപ്പം അതിന് 0.3 താഴെ നിന്നാൽ മാത്രമാണ് അത് ഒരു സേഫ് ആയിട്ടുള്ള അളവായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അടുത്ത് വരുന്നത് സോഡിയം ആണ്. അറ്റ് റൂം ടെമ്പറേച്ചർ ദി ആവറേജ് ടേസ്റ്റ് ത്രെഷോൾഡ് ഫോർ സോഡിയം ഈ എബൌട്ട് 200 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് വരുന്നത്. സോഡിയത്തിൻ്റെ അളവ് എത്രയാണ് വേണ്ടത്? എബൌട്ട് 200 മില്ലിഗ്രാം പെർ ലിറ്റർ റൂം ടെമ്പറേച്ചർ ലെവലിലാണ്. അറ്റ് റൂം ടെമ്പറേച്ചർ ദി ആവറേജ് ടേസ്റ്റ് ത്രെഷോൾഡ് ഫോർ സോഡിയം ഈസ് എബൌട്ട് 200 മില്ലിഗ്രാം പെർ ലിറ്റർ. അപ്പോൾ സോഡിയത്തിൻ്റെ അളവ് ലെവൽ എത്രയാണ് വേണ്ടത്? 200 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് സോഡിയം വേണ്ടത്. സൾഫൈഡ് എങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നത്? മിനിമം ലെവൽ എത്ര വേണ്ടത്? സൾഫേറ്റിൻ്റെ മിനിമം ലെവൽ 200 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് മിനിമം ലെവൽ ഉണ്ടായിരിക്കേണ്ടത് സൾഫേറ്റിൻ്റെ. ഒപ്റ്റിമം ടേസ്റ്റ് വാസ് റെക്കോർഡഡ് അറ്റ് 270 ആൻഡ് 90 മില്ലിഗ്രാം പെർ ലിറ്റർ ഫോർ ദി 2 കോമ്പണൻസ് റെസ്പെക്റ്റീവ്ലി. അതിൻ്റെ ഒപ്റ്റിമം ടേസ്റ്റാണ് പറയുന്നത് റെക്കോർഡഡ്. എത്ര ഇതിലാണ് വന്നിരിക്കുന്നത്? 270 ആൻഡ് 90 മില്ലിഗ്രാം പെർ ലിറ്റർ ഒപ്റ്റിമം ടേസ്റ്റ് വരുന്നത്. സൾഫേറ്റിൻ്റെ മിനിമം അളവ് വേണ്ടത്, മിനിമം ലെവൽ എന്ന് പറയുന്നത് 250 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് മിനിമം ലെവൽ വേണ്ടത്. അടുത്തത് ടോട്ടൽ ഡിസോൾവഡ് സോളിഡ്സ് ആണ്, TDS എന്ന് പറയും. ടോട്ടൽ ഡിസോൾവഡ് സോളിഡ്സ്, വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന TDS. ദി പലാറ്റബിലിറ്റി ഓഫ് വാട്ടർ വിത്ത് എ TDS ലെവൽ ലെസ് ദാൻ 600 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് ഈ ടോട്ടൽ ഡിസോൾവഡ് സോളിഡ്സിൻ്റെ ലെവൽ വരേണ്ടത്. ലെസ് ദാൻ 600 മില്ലിഗ്രാം പെർ ലിറ്റർ ഈസ് ജനറലി കൺസിഡേർഡ് ടു ബി ഗുഡ്. 600 മില്ലിഗ്രാം താഴെ, ഒരു ലിറ്ററിൽ 600 മില്ലിഗ്രാം താഴെ വരുന്ന ഈ ടോട്ടൽ ഡിസോൾവഡ് സോളിഡ്സ് 600 മില്ലിഗ്രാം പെർ ലിറ്ററിൽ താഴെ വരുന്നതാണ് നമുക്കൊരു നല്ല ലെവൽ എന്ന് പറയുന്നത്, നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലെവൽ. അൺപലാറ്റബിൾ അറ്റ് TDS ലെവൽ 1200 മില്ലിഗ്രാം പെർ ലിറ്ററിൽ വരുമ്പോൾ നമുക്കത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു രുചികരമായിട്ടോ ഒരു സേഫായിട്ടോ ഉപയോഗിക്കാൻ പറ്റില്ല, വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. ഈ TDSൻ്റെ ലെവൽ 1200 മില്ലിഗ്രാം പെർ ലിറ്റർ വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. TDS ബിലോ 1000 പെർ ലിറ്റർ യൂഷ്വലി അക്സെപ്റ്റബിൾ ടു ദി കൺസ്യൂമേഴ്സ്. 1000 താഴെ വരുന്നത് നമുക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കാൻ പറ്റും. 1200 കൂടുതൽ വരുമ്പോൾ ഗ്രേറ്റർ ദാൻ 1200 പെർ മില്ലിഗ്രാം പെർ ലിറ്റർ അത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല, അൺപലാറ്റബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു നോർമൽ ലെവൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? പലാറ്റബിലിറ്റി ഓഫ് വാട്ടറിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുമ്പോൾ 600, അൺപലാറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ 1200 മില്ലിഗ്രാം പെർ ലിറ്റർ. 1000 താഴെ വരുമ്പോൾ TDS ബിലോ 1000 മില്ലിഗ്രാം പെർ ലിറ്റർ യൂഷ്വലി അക്സെപ്റ്റബിൾ ടു ദി കൺസ്യൂമേഴ്സ്, സാധാരണഗതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി സിങ്ക് ആണ് വരുന്നത്. സിങ്ക് എത്രയാണ് വേണ്ടത്? വാട്ടർ കണ്ടെയ്നിങ് സിങ്ക് അറ്റ് കോൺസെൻട്രേഷൻ ഈസ് എക്സസ് 5 മില്ലിഗ്രാം പെർ ലിറ്റർ മേ അപ്പിയർ ഒപ്പാലസെൻ്റ് ആൻഡ് ഡെവലപ്പ് എ ഗ്രീസി ഫിലിം ഓഫ് ബോയിലിംഗ്. സിങ്ക് കൂടുമ്പോൾ, ഇപ്പോൾ 5 മില്ലിഗ്രാം പെർ ലിറ്ററിലൊക്കെ കൂടുമ്പോൾ നമ്മൾ ഈ ബോയിലിംഗ് സമയത്ത് വെള്ളത്തിന് മുകളിൽ ഒരു പാട പോലെ നമുക്കത് കാണപ്പെടും. സിങ്കിൻ്റെ അളവ് കൂടുതലായിട്ട് വരുമ്പോൾ 500 മില്ലിഗ്രാം പെർ ലിറ്ററിൽ കൂടുതൽ വരുമ്പോൾ അത് നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും, സിങ്കിൻ്റെ അളവ് കൂടുതലാണെന്ന് അറിയാൻ പറ്റും. ഡ്രിങ്കിങ് വാട്ടർ സെൽഡൺ കണ്ടെയ്ൻസ് സിങ്ക് അറ്റ് ദി കോൺസെൻട്രേഷൻ എബോവ് 0.1 മില്ലിഗ്രാം പെർ ലിറ്റർ. എത്രയാണ് വേണ്ടത്? ഡ്രിങ്കിങ് വാട്ടറിൽ സിങ്കിൻ്റെ അളവ് 0.1 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് സിങ്കിൻ്റെ അളവ്, നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് മാംഗനീസ് ആണ്. മാംഗനീസ് എത്രയാണ് വേണ്ടത്? മാംഗനീസിൻ്റെ കോൺസെൻട്രേഷൻ എത്ര വേണ്ടത്? ബിലോ 0.1 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് മാംഗനീസ് കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കേണ്ടത്. ആർ യൂഷ്വലി അക്സെപ്റ്റബിൾ ടു കൺസ്യൂമേഴ്സ്. മാംഗനീസ് വേണ്ടത് 0.1 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് വേണ്ടത്. അടുത്തത് ഇനി ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ്. ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി റോ വാട്ടർ ടെമ്പറേച്ചർ, കോമ്പോസിഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് എനി കെമിക്കൽ ഓർ ബയോളജിക്കൽ പ്രോസസ് ടേക്കിംഗ് പ്ലേസ്
ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എന്താണ് വേണ്ടത്? ഡിസോൾവഡ് ഓക്സിജൻ ആവശ്യമുണ്ടല്ലേ? നമുക്ക് റോ വാട്ടറിനകത്ത് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഡിസോൾവഡ് ഓക്സിജൻ വഴിയാണ് ഓക്സിഡൈസ് ചെയ്യുന്നത്. അപ്പം അത് ഡിസോൾവഡ് ഓക്സിജൻ ആവശ്യമാണ്. ഇനി വരുന്നത് കോപ്പറാണ്. കോപ്പർ എത്രയാണ് അളവുണ്ട്? റെക്കമെൻഡഡ് കോൺസെൻട്രേഷൻ എത്രയാണ് നോക്കാം. ഇൻക്രീസ് ദി കൊറോഷൻ ഓഫ് ഗാൽവനൈസ്ഡ് അയൺ ആൻഡ് സ്റ്റീൽ ഫിറ്റിങ്സ്. കോപ്പറിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഈ പറയുന്നത്. കോപ്പറിൻ്റെ അളവ് കൂടുമ്പോൾ ഇതേപോലെ കൊറോഷൻ ഉണ്ടാവും. ഗാൽവനൈസ്ഡ് അയൺ ആൻഡ് സ്റ്റീൽ ഫിറ്റിങ്സ് ഒക്കെ ഈ കോപ്പറിൻ്റെ അളവ് വരുമ്പോൾ അത് തുരുമ്പിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. സ്റ്റെയിനിങ് ഓഫ് ലോണ്ടറി ആൻഡ് സാനിറ്ററി വേസ്റ്റ് ഒക്കേഴ്സ് ദ കോപ്പർ കോൺസെൻട്രേഷൻ എബവ് 1 mg/L. കോപ്പറിൻ്റെ അളവ് 1 mg/L കൂടുതലാവുമ്പോൾ നമുക്ക് വസ്ത്രങ്ങളിലും അതേപോലെ തന്നെ സാനിറ്ററി വേസ്റ്റിലെല്ലാം ഒരു കോപ്പറിൻ്റെ ഒരു ഷെയ്ഡ്, ഒരു കറ പോലെ കാണപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി അലൂമിനിയം എത്രയാണ് വേണ്ടത്? ദി പ്രസൻസ് ഓഫ് അലൂമിനിയം കോൺസെൻട്രേഷൻ എക്സസ് 0.2 mg/L 0.2 mg/L കൂടുമ്പോൾ ഓഫൺ ലീഡ്സ് ടു ഡെപ്പോസിഷൻ ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഫ്ലോക്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് ദി exacerbation of discoloration of water by iron. അലൂമിനിയത്തിൻ്റെ അളവ് കൂടുമ്പോഴെന്താണ് ഉണ്ടാവുക? അലൂമിനിയത്തിൻ്റെ അളവ് കൂടുമ്പോൾ 0.2 mg/L കൂടുതലാവുമ്പോൾ അലുമിനിയം പ്രസിപ്പിറ്റേറ്റ് ലീഡ് ടു ഡികമ്പോസിഷൻ ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഫ്ലോക്ക്. അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഡീകമ്പോസേഷൻ നടക്കും. അതിൻ്റെ അളവ് കൂടുതൽ വരുമ്പോൾ 0.2 ആണ് നമുക്കതിൻ്റെ മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. അതുവരെ ആവാം, അതിൽ കൂടുതലാവുമ്പോഴാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇപ്പം ഡിസോൾവഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇനോർഗാനിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് വെള്ളത്തിൽ അടങ്ങിയിരിക്കേണ്ട ഉള്ളത് നമ്മുടെ ആസ്പെക്ട്സിൽ പറയുന്നത്, അക്സെപ്റ്റബിൾ ആസ്പെക്ട്സിൽ പറയുന്നത്. ഇനി വരുന്നത് നമുക്കിനി അടുത്ത ആസ്പെക്ട്സ് വരുന്നത് മൈക്രോബയോളജിക്കൽ ആസ്പെക്ട്സ് ആണ്. മൈക്രോബയോളജിക്കൽ ആസ്പെക്ട്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അതിൽ വരുന്നത് ബാക്ടീരിയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ബാക്ടീരിയോളജിക്കലായിട്ട് എന്തൊക്കെ തരത്തിലാണ് അതിൻ്റെ ഗുണനിലവാരങ്ങൾ, സ്റ്റാൻഡേർഡ്സ് നോക്കാം. ഐഡിയലി ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി മൈക്രോ ഓർഗാനിസം നോൺ ടു ബി പാത്തോജനിക്. പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസം ഒന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ഒരു ഐഡിയലി ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയും. സേഫായിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രിങ്കിങ് വാട്ടറിൽ ഇതേപോലത്തെ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഒന്നും ഉണ്ടാവാൻ പാടില്ല. ബാക്ടീരിയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ബാക്ടീരിയ ഇൻഡിക്കേറ്റ് ഓഫ് ഫീക്കൽ കണ്ടാമിനേഷൻ. ബാക്ടീരിയ ഉണ്ടാവാൻ പാടില്ല. ഫീക്കൽ കണ്ടാമിനേഷൻ്റെ ഭാഗമായിട്ടുള്ള ബാക്ടീരിയ ഉണ്ടാവാൻ പാടില്ല. ഫെയിലിയർ ടു പ്രൊവൈഡ് പ്രൊട്ടക്റ്റ് വാട്ടർ സപ്ലൈ വിൽ എക്സ്പോസ് ദി കമ്മ്യൂണിറ്റി ടു ഔട്ട്ബ്രേക്ക് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് അതർ ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഇത്തരം കാര്യങ്ങൾ ഈ ബാക്ടീരിയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞിരിക്കുന്ന നമ്മൾ ഈ വാട്ടർ സപ്ലൈയിൽ ഇത്രയും കണ്ടാമിനേഷൻ ഉണ്ടാവുമ്പോൾ നമ്മളതിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുമല്ലേ. ഇപ്പം ഇത്തരം കണ്ടാമിനേഷൻ ഒന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള ഓരോ വർക്കുകളൊക്കെ ചെയ്യും. പക്ഷേ അത് ഫെയിലിയർ ആവുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രിയൽ അസുഖങ്ങളുണ്ടാവും, ഔട്ട് ബ്രേക്കുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരുപാട് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ മൈക്രോബയോളജിക്കലായിട്ടുള്ള ഇതുപോലെ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കലരുമ്പോൾ നമ്മളതിൻ്റെ ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഫെയിലിയർ ആകുമ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ കോളറ പോലത്തെ ഔട്ട് ബ്രേക്കൊക്കെ വരുമ്പോൾ അത് ഇതിൻ്റെ ഫെയിലിയറാണ് കാണിക്കുന്നത്. മൈക്രോബയോൾ ആസ്പെക്ട്സിലെ ഈ മൈക്രോ ഓർഗാനിസം, പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് വെള്ളത്തിൽ കലർന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം അസുഖങ്ങളൊക്കെ കൂടുതലും ആർക്കാണ് ഗുരുതരമായിട്ട് ബാധിക്കുന്നത്? അതിനകത്ത് പറഞ്ഞു നോക്കൂ. ദോസ് അറ്റ് ഗ്രേറ്റ് റിസ്ക് ആർ ഇൻഫൻസ്, യങ് ചിൽഡ്രൻ, സിക്ക് ആൻഡ് എൽഡർലി. കുട്ടികൾ മുതൽ ഇപ്പോൾ അസുഖമായിട്ട് കിടക്കുന്നവർക്കോ അല്ലെങ്കിൽ പ്രായമായവർക്കൊക്കെ ഇത്തരം അസുഖങ്ങൾ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പം മൈക്രോബിയൽ ആസ്പെക്ട്സ് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമാണ് നമുക്ക് സേഫായിട്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
ഇനി നമുക്കത് പറയുന്നത് ഇനി നമുക്ക് കോളിഫോം ഓർഗാനിസംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈക്രോബിയൽ ആസ്പെക്ട്സിലെ കോളിഫോം ഓർഗാനിസംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൈമറി ഇൻഡിക്കേറ്റേഴ്സ് റെക്കമെൻഡ് ഫോർ ദിസ് പർപ്പസ് ഇൻക്ലൂഡ് ആൾ എയറോബിക് ആൻഡ് ഫാക്കൽറ്റേറ്റീവ്, അനോറോബിക്, ഗ്രാം നെഗറ്റീവ്, നോൺ സ്പോറിംഗ്, മൊട്ടൈൽ ആൻഡ് നോൺ മൊട്ടൈൽ റോഡ്സ്. ഇത്രയൊക്കെയാണ് കോളിഫോം ഓർഗാനിസംസ് ആയിട്ട് നമുക്ക് വെള്ളത്തിനകത്തേക്ക് കലരാൻ സാധ്യതയുള്ളത്. അതിൻ്റെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ടിപ്പിക്കലി ഫിക്കൽ ഈക്കോളി ആൻഡ് നോൺ ഫിക്കൽ ക്ലെബ്സീല എറോജൻസ്. ഇതാണ് 2 ഉദാഹരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കോളിഫോം ഓർഗാനിസംസിൽ നമുക്ക് നമ്മുടെ വാട്ടർ കണ്ടാമിനേഷൻ ഏറ്റവും സാധ്യതയുള്ള കോളിഫോം ഓർഗാനിസംസ് ആണ് ഈ ഈക്കോളി വിഭാഗത്തിൽ, ഫിക്കൽ ഈക്കോളി വിഭാഗത്തിൽ വരുന്ന ഓർഗാനിസംസ്. പ്രാക്ടിക്കലി ആൾ കോളിഫോംസ് ഷുഡ് ബി അസ്യൂംഡ് ആർ ഓഫ് ഫീക്കൽ ഒറിജിൻ അൺലെസ് നോൺ ഫീക്കൽ ഒറിജിൻ പ്രൂവ്. നമുക്ക് ഫീക്കൽ ഒറിജിനിലായിട്ടും ഈ ബാക്ടീരിയ ഉണ്ടാവും, അല്ലെങ്കിൽ തന്നെ നോൺ ഫീക്കലായിട്ടുള്ള ഒറിജിനും നമുക്ക് ഈക്കോളി വിഭാഗത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് കാണപ്പെടുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂന്റ് പ്രസൻസ് ഓഫ് ഗ്രേറ്റ് അബണ്ടന്റ് ഇൻ ഹ്യൂമൻ ഇൻഡസ്ട്രിയൽ. ആവറേജ് പ്രസൻസ് എത്രയാണ് വരുന്നത്? 200 to 400 ബില്യൺ ഓർഗാനിസം പെർ ഡേ ആണ് നമുക്ക് ഹ്യൂമൻ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത്. പ്രസൻസ് ഹ്യൂമൻ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നമുക്കറിയാം, ഇൻഡസ്ട്രിയൽ വഴിയാണ് നമുക്ക് നമ്മുടെ വേസ്റ്റ് പദാർത്ഥങ്ങൾ പുറത്തു പോകുന്നത്. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഈക്കോളിയുടെ അതിൻ്റെ പ്രസൻസാണ് പറയുന്നത്. എത്രയാണ് പറയുന്നത്? 200 to 400 ബില്യൺ ഓർഗാനിസമാണ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ അത് പുറത്തേക്ക് പോകുന്നതും. അപ്പോൾ ഇത്തരം ഈ ഓർഗാനിസംസ് വെള്ളത്തിലേക്ക് കലരുമ്പോൾ ദീസ് ഓർഗാനിസംസ് ആർ ഫോറിൻ അറ്റ് പോർട്ടബിൾ വാട്ടർ. ഇത്തരം ഈ ഓർഗാനിസംസ് വെള്ളത്തിലേക്ക് കലരുമ്പോഴാണ് നമുക്ക് ഈ ഓർഗാനിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള അസുഖങ്ങൾ, കോളറ അതേപോലെ തന്നെ ഈ അസുഖങ്ങളൊക്കെ നമുക്ക് വരുന്നത്. ദേ ആർ ഈസിലി ഡിറ്റക്റ്റഡ് ബൈ കൾച്ചർ മെത്തേഡ്. കൾച്ചർ മെത്തേഡിലൂടെ കൂടെ നമുക്ക് കൃത്യമായിട്ട് ഇത് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ കൾച്ചറിൻ്റെ ആ ഒരു ലെവൽ പറയുന്നുണ്ട്. 1 ബാക്ടീരിയ ഇൻ 100 മില്ലിഗ്രാം ഓഫ് വാട്ടർ. നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ 100 മില്ലിഗ്രാം വാട്ടറിൽ ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആണെന്ന്, ഈക്കോളി കണ്ടാമിനേറ്റഡ് വാട്ടർ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. സർവൈവ് ലോങ്ങർ ദാൻ പാത്തോജൻസിനേക്കാളും കൂടുതൽ കാലം ഇത് സർവൈവ് ചെയ്യും. മറ്റ് പാത്തോജനേക്കാളും കൂടുതൽ കാലം ഈക്കോളി ബാക്ടീരിയാസ്, കോളിഫോം ബാക്ടീരിയാസ് സർവൈവ് ചെയ്യും. ഹാവ് ഗ്രേറ്റർ റെസിസ്റ്റൻസ് ഓഫ് ഫോഴ്സസ് ഓഫ് നാച്ചുറൽ പ്യൂരിഫിക്കേഷൻ. നാച്ചുറൽ പ്യൂരിഫിക്കേഷൻ വഴിയും ഇത് നശിപ്പിക്കപ്പെടില്ല. തന്നെ ഗ്രേറ്റർ റെസിസ്റ്റൻസ് ആണ് പറഞ്ഞത്. നാച്ചുറൽ പ്യൂരിഫിക്കേഷനിൽ നിന്നും നല്ല റെസിസ്റ്റൻസ് ഉള്ളതാണ് കോളിഫോം ബാക്ടീരിയകൾ. ഇനി അടുത്ത് വരുന്നത് ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കിയാണ്. എന്താണ് ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കിയുടെ സ്വഭാവ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. റെഗുലർലി ഒക്കേഷൻ ഫീസസിൽ തന്നെയാണ് ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കി ഉണ്ടാകുന്നത്. ബട്ട് മച്ച് സ്മാളർ നമ്പർ ദാൻ ഈക്കോളിയേക്കാളും കുറവ് നമ്പേഴ്സാണ് ഉണ്ടാകുന്നത്. കൺഫർമേറ്ററി എന്താ ചെയ്യുന്നത്? കൺഫർമേറ്ററി എവിഡൻസ് ഓഫ് റീസെൻറ്റ് ഫീക്കൽ പൊല്യൂഷൻ ഓഫ് വാട്ടർ പൊല്യൂഷൻ തന്നെയാണ് ഉണ്ടാവുക. ഇത്ര മൈക്രോ ഓർഗാനിസം വഴി വാട്ടർ പൊല്യൂഷൻ തന്നെയാണ് ഉണ്ടാവുക. ഹൈലി റെസിസ്റ്റൻസ് ഓഫ് ഫോർ ഡ്രൈയിങ് ആൻഡ് വാല്യുബിൾ ഓഫ് റുട്ടീൻ കൺട്രോൾ ടെസ്റ്റിംഗ് ആഫ്റ്റർ ലൈയിങ് ന്യൂ മെയിൻസ് ഓർ റിപ്പയർസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫോർ ഡിറ്റക്ടിങ് പൊല്യൂഷൻ ബൈ സർഫസ് റൺ ഔട്ട് ടു ഗ്രൗണ്ട് ഓർ സർഫസ് വാട്ടർ. എങ്ങനെയാണ് വരുന്നത്? സർഫസ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടറിലൊക്കെ റൺ ഔട്ട് ചെയ്യുന്നത് വഴിയാണ് ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കലരാൻ സാധ്യത ഉള്ളത്. ഇനി കോളിഫോം പെർഫൻജൻസ് ആണ് വരുന്നത്. അതും ഇതേപോലെ തന്നെ ആൾസോ ഓക്കർ റെഗുലർലി ഇൻ ഫീസസിലുള്ള അടുത്ത ഒരു മൈക്രോ ഓർഗാനിസമാണ് കോളിഫോം പെർഫൻജൻസ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ വാട്ടർ കണ്ടാമിനേഷനിൽ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ, വാട്ടർ ബോൺ ഡിസീസുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഇത്തരം ഈ കോളിഫോം പെർഫൻജൻസ് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ നമ്മൾ മൈക്രോബിയലായിട്ടുള്ള ആസ്പെക്ട്സുകളാണ് നോക്കിയത്, എന്തൊക്കെയാണ് നോക്കി. ഇനി ബാക്ടീരിയോളജിക്കൽ നോക്കി. ഇനി വൈറോളജിക്കൽ, വൈറസുകൾ, എന്തൊക്കെ തരത്തിലുള്ള വൈറസുകളാണ് വാട്ടർ കണ്ടാമിനേഷനും അതുപോലെ തന്നെ നമുക്കൊരു വാട്ടർ ക്വാളിറ്റിയുടെ ഗുഡ് ക്വാളിറ്റി അതിൻ്റെ സ്റ്റാൻഡേർഡ്സിനും ക്രൈറ്റീരിയസിലും പറഞ്ഞിരിക്കുന്നത് നോക്കാം. വൈറോളജിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് എന്താണെന്ന് നോക്കാം. ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് ബി ഫ്രീ ഫ്രം എനി വൈറസ് ഇൻഫെക്ഷൻസ് ടു മാൻ. വെള്ളത്തിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള വൈറസുകളും ഉണ്ടാവാൻ പാടില്ല. അതിലെന്താ പറയുന്നത്? ഡിസിൻഫെക്ഷൻ വിത്ത് 0.5 മില്ലിഗ്രാം ലിറ്റർ ഫോർ ഫ്രീ ക്ലോറിൻ
30 മിനിറ്റാണ് ഇതിൽ പറയുന്നത്. പക്ഷേ നമുക്ക് അറിയാം ഇതിന് നമുക്ക് കോണ്ടാക്ട് പീരിയഡ് എന്ന് പറയുന്നത് 1 ഹവറാണ്, 60 മിനിറ്റാണ്. അത് എന്നിരുന്നാലും കൂടെ ഇത്തരം ഈ വൈറസുകളൊക്കെ നശിപ്പിക്കപ്പെടാൻ 30 മിനിറ്റും മതിയാവും. അതിനകത്ത് പറയുന്നത് 0.5 മില്ലിഗ്രാം ഓഫ് ഫ്രീ ക്ലോറിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കപ്പെട്ടേക്കാം. അതിൻ്റെ കോണ്ടാക്ട് 30 മിനിറ്റ് കോണ്ടാക്ട് ടൈം പറയുന്നത് pH 8 മതിയാവും. 8 കൂടെ pH ഈസ് സഫിഷ്യൻറ്റ് ടു ഇനാക്റ്റീവ് വൈറസ്. വാട്ടർ pH 8 ആകുമ്പോൾ തന്നെ ഈ വൈറസൊക്കെ ഇനാക്റ്റീവ് ആവും. വാട്ടറിൻ്റെ pH 8 ലെവലെത്തുമ്പോൾ നമുക്ക് ഈ വൈറസൊക്കെ നാച്ചുറലി അത് ഇനാക്റ്റീവായി പോകും. അടുത്ത മെത്തേഡാണ് പറയുന്നത് ഓസോൺ ഹാസ് ബീൻ ഷോൺ ദി എഫക്റ്റീവ് വൈറൽ ഡിസിൻഫെക്റ്റൻ്റ് എന്ന്. നമ്മൾ ഓസോണേഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ. ഇഫ് റെസിഡ്യൂൽ 0.2 to 0.4 milligram per liter are maintained for 4 minutes. 4 മിനിറ്റാണ് വേണ്ടത് ഓസോണേഷൻ ചെയ്യേണ്ടത്. 0.2 to 0.4 മില്ലിഗ്രാം പെർ ലിറ്റർ ആ ലെവലിൽ 4 മിനിറ്റിനോട് കൂടിയിട്ട് വൈറസുകളെല്ലാം നമുക്ക് നശിപ്പിക്കപ്പെടാം, ഡിസിൻഫെക്ഷൻ ചെയ്ത് സേഫ് ആക്കാം. ഇനി ബയോളജിക്കൽ ആസ്പെക്ട്സിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. പ്രോട്ടോസോവ എന്തൊക്കെ നമുക്ക് എങ്ങനെയാണ് ഗുരുതരമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെക്കമെൻഡഡ് ലെവൽ എത്രയൊക്കെ നോക്കാം. പ്രോട്ടോസോവ പറയുമ്പോൾ എന്താ, ട്രാൻസ്മിറ്റഡ് ബൈ ദി ഇൻജക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടറിൽ നിന്നുള്ള കണ്ടാമിനേഷൻ നമുക്ക് അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുമ്പോഴാണ്, നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുമ്പോഴാണ് ഈ പ്രോട്ടോസോവൽ അസുഖങ്ങൾ നമുക്ക് വരുന്നത് അല്ലേ. ട്രാൻസ്മിഷൻ ബൈ ദി ഇൻജക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഡ്രിങ്കിങ് വാട്ടർ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറിൽ നിന്നാണ് പ്രോട്ടോസോവലായിട്ടുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും നമുക്ക് അസുഖങ്ങൾ വരുന്നതും. അതിന് ഉദാഹരണങ്ങൾ പറയുന്നത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് വരുന്നത് ഹെൽമന്തിസ് ആണ്. ഹെൽമന്തിസ് പറയുന്നത് എന്താ പറയുന്നത്, ദി ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് മെനി പാരസൈറ്റിക് റൗണ്ട് വേംസ് ആൻഡ് ഫ്ലോക്ക് വേംസ് ആണ്. റൗണ്ട് വേംസും ഫ്ലോക്ക് വേംസും ആണ് ഹെൽമന്തിസിൽ വരുന്നത്. ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു മാൻ ത്രൂ ഡ്രിങ്കിങ് വാട്ടർ. കുടിവെള്ളത്തിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുന്നതാണ് ഹെൽമന്തിസ് വിഭാഗത്തിൽ വരുന്ന റൗണ്ട് വേംസും അതുപോലെ തന്നെ ഫ്ലാറ്റ് വേംസും. ഇനി അടുത്തത് ഫ്രീ ലിവിങ് ഓർഗാനിസം ആണ്. അതിൽ പറയുന്നത് ഫംഗ്, ആൽഗെ ഇത്രയാണ് ഫ്രീ ലിവിങ് ഓർഗാനിസംസ്. ഇതും നമുക്ക് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഇമ്പേർഡ് ഫിൽട്രേഷൻ ആൻഡ് അൺവാണ്ടഡ് കളറ്. ഫംഗസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം അല്ലേ. ആൽഗയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കളറ് മാറും, ടേസ്റ്റ് മാറും, ടർബിഡിറ്റി മാറും, അതിൻ്റെ ഓർഡർ മാറും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ഓഫ് ഈ ഫ്രീ ലിവിങ് ഓർഗാനിസംസ് വെള്ളത്തിൽ പടർന്നാലുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയകൾ കൃത്യമായിട്ട് ബാധിക്കണം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് ചെയ്യണം. എന്നിട്ട് മാത്രമാണ് നമുക്ക് ആ വെള്ളം സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വാട്ടർ ക്വാളിറ്റിയിൽ അടുത്ത് വരുന്നത് കെമിക്കൽ ആസ്പെക്ട്സ് ആണ്. എന്തൊക്കെയാണ് കെമിക്കൽ ആസ്പെക്ട്സുകൾ ചെയ്യേണ്ടത്, അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ദി കെമിക്കൽ സെലക്റ്റഡ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഗൈഡ് ലൈൻ വാല്യൂ ഇൻക്ലൂഡ് ദോസ് കൺസിഡേർഡ് പൊട്ടൻഷ്യലി hazardous to man and those detected in relatively high concentration. കെമിക്കൽ ആസ്പെക്ട്സുകൾ നമ്മൾക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന, നമ്മൾ നേരത്തെ കുറച്ച് പദാർത്ഥങ്ങളൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ കെമിക്കലിൻ്റെ ആ ഗൈഡ് ലൈൻസിലുള്ള അത്രയും ലെവൽ മാത്രമാണ് നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ കൂടുതലാകുമ്പോൾ ദിസ് കോസ് അഡ്വേഴ്സ് എഫക്റ്റ് ആഫ്റ്റർ പ്രൊലോങ്ഡ് എക്സ്പോഷർ ആൻഡ് സം ഹാവ് മെറ്റൽസ് ഹാവ് ക്യുമുലേറ്റീവ് ടോക്സിക് ആൻഡ് കാർസിനോജിക് പ്രോപ്പർട്ടീസ്. അതിൻ്റെ അളവിൽ കൂടുതൽ വരുമ്പോൾ, കെമിക്കൽ ആസ്പെക്ട്സ് കൂടുതൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അസുഖങ്ങളുണ്ടാവും. ഇനി അടുത്ത എന്താ പറയുന്നത്, ഇനി ഇപ്പം അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അളവുകളാണ് കൊടുത്തിരിക്കുന്നത്. ചാർട്ടിനകത്ത് 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള ആർസനിക്, കാഡ്മിയം, അതുപോലെ തന്നെ ക്രോമിൻ, സയനൈഡ്, ഫ്ലൂറൈഡ്, ലെഡ്, മെർക്കുറി, നിക്കൽ, നൈട്രേറ്റ്, സെലിനിയം, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ റെക്കമെൻഡഡ് മാക്സിമം അളവുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആ ചാർട്ടിനകത്ത് പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ചാർട്ടിനകത്ത് നിന്ന് കൃത്യമായിട്ടത് വായിച്ച് മനസ്സിലാക്കി പോകണം. അപ്പം നമുക്കിപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കോപ്പറിൻ്റെ അളവ് എത്രയാണ് വേണ്ടത്. കോപ്പറിൻ്റെ മാക്സിമം റെക്കമെൻഡഡ് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 2 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. അതുപോലെ തന്നെ ലെഡ് 0.01 മില്ലിഗ്രാം പെർ ലിറ്റർ, മാംഗനീസ് 0.4. അത്രയൊക്കെയാണ് നമുക്ക് ഈ
നമുക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റിൻ്റെ മാക്സിമം റെക്കമെൻഡഡ് മാക്സിമം ലിമിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ആ ചാർട്ട് നോക്കി പഠിച്ചു പോകണം. ഞാൻ ഇതിൽ 1 by 1 ആയിട്ട് പറയുന്നില്ല, അതിന് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് വരുന്നത് ഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ്. ന്യൂക്ലിയർ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആണ് അതിനകത്തേക്ക് വരുന്നത്. അതിൻ്റെയും അളവുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി പെസ്റ്റിസൈഡ്സൊക്കെ ഈ കുടിവെള്ളത്തിൽ കലരുമ്പോൾ നമുക്കറിയാമല്ലോ, അത് ഒരുപാട് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം ഈ കീടനാശിനികളുടെ നമ്മളിപ്പോൾ എൻഡോസൾഫാൻ്റെ ഒക്കെ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എൻഡോസൾഫാനൊക്കെ പറഞ്ഞാൽ ഈ പെസ്റ്റിസൈഡ്സിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പം ഇതിൻ്റെയൊക്കെ റെക്കമെൻഡഡ് മാക്സിമം അളവ് അപ്പർ ലിമിറ്റ് കോൺസെൻട്രേഷനൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങളാണ് വരുന്നത്. വെള്ളത്തിൽ മെയിനായിട്ട് വാട്ടർ സോഴ്സുകളാണ് കണ്ടാമിനേഷൻ ആവുക. ആ വാട്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മാരകമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവും. അപ്പോൾ പെസ്റ്റിസൈഡ്സിൻ്റെ അളവുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ DDTയുടെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. DDT പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അപ്പർ ലിമിറ്റ് കോൺസെൻട്രേഷൻ പറയുമ്പോൾ 2 ആണ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് റേഡിയോളജിക്കൽ ആസ്പെക്ട്സ് ആണ്. വാട്ടർ ക്വാളിറ്റിയുടെ റേഡിയോളജിക്കൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് പറയുന്നത്? സൊമാറ്റിക് എഫക്റ്റ് പറയുന്നുണ്ട്. ഇഫ് ദി എഫക്റ്റ് മാനിഫെസ്റ്റ് ദി എക്സ്പോസ്ഡ് ഇൻഡിവിജ്വലിൽ നിന്നാണ് ഈ സൊമാറ്റിക് എഫക്റ്റുകൾ വരുന്നത്. മാലിഗ്നൻസി ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിലേഡ് എഫക്റ്റ്. മാലിഗ്നൻസി വരും. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡിലേഡ് എഫക്റ്റായിട്ട് മാലിഗ്നൻസി വരുന്നുണ്ട്. മാലിഗ്നൻസി പറഞ്ഞാൽ അറിയാമല്ലേ, ഈ അത് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക്, മറ്റ് ശരീരകോശങ്ങളിലേക്ക് പടർന്നു പിടിക്കാനുള്ള ഒരു അവസ്ഥയാണ് മാലിഗ്നൻസി എന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്നത് റേഡിയോളജിക്കൽ ആസ്പെക്ട്സിൽ സൊമാറ്റിക് എഫക്റ്റിൽ വരുന്നത്. ഇഫ് ദി എഫക്റ്റ് മാനിഫെസ്റ്റ് ഇൻ ദി എക്സ്പോസ്ഡ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്, ഒരാളിൽ നിന്ന് മറ്റൊരു ഇതിലേക്ക് എക്സ്പോസ്ഡ് ഇൻഡിവിജ്വലിൽ നിന്നാണ് ഈ ഇത്തരം അസുഖങ്ങളൊക്കെ. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഈ വാട്ടർ ക്വാളിറ്റിയിൽ വരുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഹെറിഡിറ്ററി വരുന്നുണ്ട്. ഇഫ് ദി അഫക്റ്റഡ് ദി ഡിസെൻഡൻസ് ദി ആക്ടിവിറ്റി ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഈസ് ദി നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡിസൻറ്റഗ്രേഷൻ പെർ യൂണിറ്റ് ടൈം. അതിൻ്റെ നമുക്കിപ്പോൾ ഈ റേഡിയോളജിക്കൽ ഇത് യൂണിറ്റ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബെക്കറൽ ആണ് യൂണിറ്റ്. അതിൻ്റെ ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് അളക്കുന്നത് ബെക്കറൽ എന്നുള്ള അതിലാണ് അളക്കുന്നത്. 1 ബെക്കറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഡിസൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസൻറ്റഗ്രേഷനെയാണ് 1 ബെക്കറൽ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി, ഈ യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി അതിൻ്റെ യൂണിറ്റ് പറയുന്നത് ബെക്കറലാണ്. അതും കൂടി മനസ്സിലാക്കി പോവുക. റേഡിയോളജിക്കൽ ആസ്പെക്ട്സിനകത്ത് വളരെ കുറച്ചായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് അതിൻ്റെ പ്രൊപ്പോസ്ഡ് ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. ഗ്രോസ് ആൽഫ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് ആൽഫ ആക്ടിവിറ്റി, ആൽഫ ബീറ്റ എന്നൊക്കെ അറിയില്ല, ഓരോ കിരണങ്ങളാണ്. അതിൻ്റെ ഈ ആൽഫ ആക്ടിവിറ്റി എത്രയാണ് വേണ്ടത്? അതിൻ്റെ പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ പറയുന്നത് 0.5 ബെക്കറൽ പെർ ലിറ്റർ ആണ് വെള്ളത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. 0.5 ബെക്കറൽ പെർ ലിറ്ററും. അതുപോലെ തന്നെ ഗ്രോസ് ബീറ്റ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് 1.0 ബെക്കറൽ പെർ ലിറ്റർ ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വാട്ടർ ക്വാളിറ്റി അതിൻ്റെ ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ നോട്ട്സിനകത്ത് പറഞ്ഞിരിക്കുന്ന യെല്ലോ ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന യെല്ലോ ഷെയ്ഡ് ഇതെല്ലാം പ്രീവിയസ് ആയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറുകളാണ്. നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നോട്ടുകൾ ഒന്നുകൂടി പരിശോധിക്കുക വീഡിയോ കാണുമ്പോൾ. ഈ യെല്ലോ കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് അളവുകൾ, അതിൻ്റെ യൂണിറ്റുകളെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു പോവുക. ഇത്തരം കാര്യങ്ങളാണ് വാട്ടർ ക്വാളിറ്റി ക്രൈറ്റീരിയ അതിൻ്റെ സ്റ്റാൻഡേർഡ്സിലുള്ളൂ. അപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ ഇനിയിപ്പോൾ വാട്ടറിൻ്റെ ഭാഗത്ത് വരുന്നത് നമ്മളിപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതോട് കൂടിയിട്ട് നമ്മൾ വാട്ടറിൻ്റെ പോർഷൻ അവസാനിപ്പിക്കുകയാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് വാട്ടറിൻ്റെ നമുക്ക് വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ക്വാളിറ്റിയും എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ്സുകൾ എടുത്തത്. കൃത്യമായിട്ട് പഠിക്കണം. നല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷൻ ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വാട്ടർ എന്നുള്ള ഭാഗം നമ്മൾ ക്ലാസ്സുകൾ എടുത്തത്. അപ്പം ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വാട്ടറിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ. അത് ഞാൻ കണക്ട് ചെയ്തിട്ട് വേറെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് അത് ഉണ്ടാകും. അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പോർഷൻ കുറച്ചും കൂടി വേഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, താങ്ക് യു.